ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്ത വിധം യുവാക്കളുടെ ഒരു മുന്നേറ്റം നമ്മുടെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു. എത്ര തടഞ്ഞാലും അവസാനിക്കാത്ത വെള്ളച്ചാട്ടം പോലെ യുവാക്കൾ ഇന്ന് സമൂഹത്തിൽ ബലം പിടിക്കുന്നു, ബലം പ്രയോഗിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 16 വാക്യം. ഇവർ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. കർത്താവും ശിഷ്യന്മാരും കൂടെ ആലയത്തിലേക്ക് പോകുന്ന ആ വലിയ ജാഥയുടെ ഇടയിൽ കുട്ടികളും യൗവനക്കാരും ചേർന്ന് ആ ജാഥയെ തന്നെ അട്ടിമറിച്ചു. കുട്ടികളുടെ ശബ്ദത്തിന് പ്രത്യേക ആകർഷണം ഉണ്ടല്ലോ. അവരലറി വിളിച്ചു, ദാവീദ് പുത്രന് ഓശന്ന. നിഷേധിക്കാൻ ഒക്കില്ല. ഒരു കാലഘട്ടത്തിലും യുവശബ്ദത്തെ നിഷേധിക്കാൻ ഒക്കില്ല. അടുത്ത ആ കാര്യം തന്നെ ലൂക്കോസ് എഴുതുന്നത്, പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. കുട്ടികളെ വിലക്കണം. അവരിങ്ങനെ ഒച്ച വെക്കരുത്, അവരിങ്ങനെ ആരാധിക്കരുത്, അവരിങ്ങനെ സ്തുതിക്കരുത് എന്ന് പള്ളിപ്രമാണികൾ വിലക്ക് കൽപ്പിക്കുകയാണ്. ഒരു വേദപുസ്തക പഠിതാവെന്ന നിലയിലും ഒരു സുവിശേഷൻ എന്ന നിലയിലും സമൂഹത്തോട് കടപ്പാടുള്ള ഒരു മിഷണറി എന്ന നിലയിലും പറയുന്നു, യുവാക്കളെ അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? യുവാക്കളുടെ തോന്നിവാസത്തിന് മുഴുവൻ കൂട്ടുനിൽക്കണോ? വേണ്ട, ഒരിക്കലും കൂട്ടുനിൽക്കണ്ട. യുവാക്കളെ കാണുക, യുവാക്കളെ കേൾക്കുക, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ അകത്ത് അസാധാരണ പൊട്ടൻഷ്യൽ ഇരിപ്പുണ്ട്. അവരുടെ അകത്ത് വലിയ ശക്തി ഇരിപ്പുണ്ട്. അവർക്ക് ഐഡിയ ഉണ്ട്, അവർക്ക് വിഷനുണ്ട്, അവർക്ക് ഡ്രീംസ് ഉണ്ട്. അവരെ നമ്മൾ ഉപയോഗിക്കണം. നമ്മളൊന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ അവരങ്ങ് കൊണ്ടുപോയിക്കോളും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, APJ അബ്ദുൽ കലാം, ഇങ്ങനെ ലോകത്തിലെ വൻകിട ദർശകന്മാരെല്ലാം യുവാക്കളുടെ കൂടെയായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, കർത്താവിൻ്റെ ദൃഷ്ടി യുവാക്കളുടെ മേലായിരുന്നു. നമുക്കിനിയും യുവാക്കളെ അവഗണിക്കാതിരിക്കാം. ഒരു നല്ല ഇന്ത്യ, ഒരു നല്ല കേരളം, ഒരു നല്ല സമൂഹം, നല്ല സഭ ഉണ്ടാവട്ടെ. God bless you.